السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الخلق أجمعين. ما بعد إنك ميت وإنهم ميتون. صدق الله. ഞങ്ങളെല്ലാവരും മുഹമ്മദ് ഷരീഫ് സഖാഫി ഉസ്താദിനെ 40ാമത്തെ 4 ദുആത്തെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ചുമ്മാല് ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും സാധാരണക്കാരും എല്ലാവരും ബന്നറാറ്. ഞങ്ങൾ ആരോഗ്യമില്ലെങ്കിലും ഞങ്ങളെ ഒത്തു വന്നിട്ട് അതിലെ ബാപ്പ വിളിച്ചേക്ക് ഭർത്താനായിട്ട് ബന്നട ഞങ്ങൾ എല്ലാവരും ശരീഫ് സഖാഫിക്ക് ദുആറക്കുക. ഇപ്പോൾ ചെന്ന് പലക്കെ പറഞ്ഞ ഉസ്താദുമാരെല്ലാവരും ശരീഫ് സഖാഫിയെ കൊണ്ടാടിയരാൾ. ഒരു മദീനത്തെ പള്ളിക്ക് ഒരു മയ്യത്ത് വന്നപ്പോൾ എല്ലാവരും സഹാബത്ത് നല്ല ആള്. അപ്പം നബി തങ്ങ ചൊന്നൊരു വജബത്ത്. അതേപോലെ പിന്നൊരു മയ്യത്ത് വന്നപ്പോൾ അത്ര നല്ല മനുഷ്യല്ല, അത്ര നല്ല മനുഷ്യല്ല, അങ്ങോട്ട് നല്ല ചൊന്നാറ്. അപ്പം നബി വജബത്ത് ചൊന്നാറ്. അപ്പോൾ സഹാബത്ത് കേട്ടത് എന്തൊരു നബിയെ, രണ്ടും വജബത്ത് ചൊന്നാറല്ല. അപ്പം നബി ചൊന്നാറ്, എല്ലാവരും ഒരു മനുഷ്യരെ നിങ്ങൾ ആ മയ്യത്തിൽ ഒരു പുകലിയപ്പ അപ്പം അത് അള്ളാഹു അതിനെ സ്വീകാരാക്കിയ അതുകൊണ്ട് വജബത്തുൽ ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ ഉജൂബത്ത്. അത് ഇയാളെ സംബന്ധിച്ച് അത്ര നല്ല ആളല്ല. നിങ്ങൾ വന്നപ്പോൾ വജബത്ത് ചൊന്നതിനർത്ഥ വജബത്ത് ലഹുന്നാറു, അയാൾക്ക് നരക ഉജൂബത്ത്. അപ്പം എല്ലാവരും ഞങ്ങൾ ശരീഫ് സഖാഫിയുടെ അയാളെ വദ്വാന, അയാളെ പരിശ്രമ, അയാളെ ത്യാഗ, അയാൾ ഇൽമുബേനായിട്ട് അധ്വാനിച്ചത് ഞങ്ങൾക്ക് ഇത്ര ഗൊന്തായിട്ടില്ല. ഇപ്പം മരിച്ചാൽ പിന്നെ ശരീഫ് സഖാഫി ആറായിട്ട് ഞങ്ങളൊരു കുടുംബത്താളമായിട്ട് കിടയൽ. ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങൾ ഇൽമുബേനായിട്ട് ഏതൊരു ആദർശത്തെ മൈകൂടിച്ചിട്ട് അയാൾ ആചരണാക്കിയിട്ട് വന്നിട്ട് അതേ ആദർശ ഞങ്ങളെ ജീവിതത്തിലാക്കണം. ഇൽമുബേനായിട്ട് അള്ളാൻ്റെ ദീനുക്ക് ബേനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കണം. ഞങ്ങളെ ആൽഹവാൽ ആരോടത്തനും ഞങ്ങൾ വിട്ടുകൊടുക്കോ തീര, ഞങ്ങൾ ആൽഹവാൽ ചൊന്നു നടക്കോ തീര. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറും ഉഹുദിലും ഹുനൈനിലും ഖന്തക്കിലും ഖൈബറിലും എല്ലാം ഫതഹാക്കിയ നബി എത്രമാ സ്വത്താക്കിയിട്ട് തൻ്റെ ബീഡന്മാരെ പേരിൽ വെക്കാന്ത് അത് ഒന്നും നബി ആക്കിയിട്ടില്ല. എത്രത്തോളം ചെന്നെങ്കിൽ ബീഡന്മാരെ ചിലവുടെ കഷ്ടത്ത് ചിലവുനായിട്ട് ഗോധി ഇങ്ങനത്തെ സാമാനം ഇല്ലാത്ത കാരണത്തിൽ ഒരു യഹൂദിയായ മനുഷ്യരെ ഔത്തുള്ളു തൻ്റെ യുദ്ധപോർക്കലത്തിൽ ഇഡ്ഡെങ്കിത്തെ ഒരു പടചട്ട പണയ വെച്ചിരുന്നാറ്. 30 സായ ഗോതമ്പ് കൊണ്ടുവന്നേക്ക്. ആയെങ്കിലും മദീനത്തിൽ വലിയ വലിയ പൈസക്കാരല്ല ഇന്നാർ. ഒരുത്തരെ മുട്ടം തൻ്റെ സീക്രട്ട് വിഷയത്തെ നബി വിട്ടുകൊടുത്ത ആളല്ല. അത്ര സബറെടുത്തിട്ട് നബി ഇതാക്കിക്കൊണ്ടിരുന്നാർ. നബി വഫാത്തായപ്പോൾ സ്വഹാബത്ത് നബിയുടെ വീടന്മാരെ കേട്ടാൽ നബിക്ക് എന്തെങ്കിലും വ്യവഹാരം ഉണ്ടാ, നബിയിൽ എന്ത് വ്യവഹാരം എന്തോ ആക്കിയതുണ്ടാണ്. അപ്പോൾ ആയിഷ ബീബി ചൊന്നാറ്, ഒരു ഇരുമ്പുടെ പടചട്ട ഞങ്ങളെ ചെലവ് പൈസ ഇല്ലാത്ത കാരണത്തിൽ ഒരു യഹൂദി ഔത്തുൽ പണയ വെച്ചിരാറ്. അപ്പോൾ ഞങ്ങൾ സഹോദരന്മാർ ചിന്തിക്കണം. ഞങ്ങൾ ഹയാത്തിലുള്ള ഞങ്ങൾ ഉസ്താദുമാരും മുദർരിസുമാരും ഖതീബുമാരും മുതഅല്ലിമീങ്ങളും എല്ലാവരും ചിന്താനാക്കണം. അപ്പം നബിക്ക് എത്ര എല്ലാം സ്വത്താക്കിയിട്ട് വെക്കാൻ തയങ്ങും ആക്കിയിട്ടില്ല. നബിയുടെ സീക്രട്ട് ഒരാൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല. നബിയുടെ ഭാര്യമാരെ ചിലവ് കഷ്ടമായപ്പോൾ പടചട്ടിലെ യഹൂദിയുടെ ഔത്തിൽ കൂടെ പണയ വെച്ചിരാറ്. അതിൽ നബിയുടെ ജനാദ എടുക്കിടയ്ക്ക് മുന്നോലും ആ പടചട്ടിലെ ബുടുപാട്ടി കൊണ്ട് വന്നാറ്. അതേപോലെ നബിയുടെ ജീവന ഭാര്യ കഷ്ടത്തിലായിട്ട് ആയെങ്കിലും ഒരാൾക്കും നബി തൻ്റെ സീക്രട്ട് കൊടുത്തിട്ടില്ല, തൻ്റെ വിട്ടുകൊടുത്തിട്ടില്ല.
എത്രത്തോളം ചെന്നെങ്കിൽ നബിയുടെ ജീവന ഞങ്ങൾ അവലോകനാക്കിയെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമുണ്ട്. നബി വഫാത്തായാൽ പിന്നെ കുറേ നാൾ വൃത്തിങ്ങൾ വിട്ടിട്ടു. നബിയുടെ ഔത്തുകു ആയിഷ ബീബിയുടെ മൂത്തുള്ളു അസ്മാ ബീബി കണ്ട് അയിമ വന്നിട്ട് ആയിഷ ബീബിയുടെ ദാവത്തെല്ലായിട്ട് എല്ലാം കൊണ്ടിട്ട് തിന്നിട്ട് കുടിച്ചിട്ട് ഭർത്താമ്പത്തുകു ആയിഷ ബീബിയിട്ട് അയിമക്കെടുത്ത് നക്ക് ഞാൻ നബിയുടെ ഒരു ജുബ്ബമ്മ ഒരു തലകെട്ട അല്ല ഒരു കുപ്പായമ്മ തർമ്മവും ചെന്നിട്ട്. അപ്പോൾ ആയിഷ ബീബി ഒരു ജുബ്ബ എടുത്തിട്ട് അസ്മാ ബീബിയുടെ കയ്യിൽ കൊടുക്കിടാറ്. ആ അസ്മാ ബീബിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ജുബ്ബ ബുടുപട്ടി നോക്കുമ്പോൾ 8 പക്കത്തിൽ അടവെച്ചിട്ടുണ്ട്. അപ്പോൾ ആയിഷ ബീബി അസ്മാ ബീബിയുടെ ചൊല്ലു നബി വഫാത്തായുടെ ഇതേ ജുബ്ബ ഇട്ടിട്ട് നബി വഫാത്തായിടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുമോ, ഇതിൻ്റെ ആരെങ്കിലും ഒരു അടവെച്ച ഒരു ജുബ്ബ ആരെങ്കിലും ഇട്ടിട്ടിക്കുവറ. നബി ജുബ്ബ 8 പക്കത്തിൽ അടവെച്ചിട്ടിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മ ജാഗ്രതയിൽ ചുമ്മ സൂക്ഷ്മയിൽ ചുമ്മ സബുറെടുത്തിട്ട് ഞങ്ങളെ ദീൻ്റെ ഞങ്ങൾ എവിടെയും പള്ളിയിൽ ഇതിൻ്റെ അവിടെ വലിയ സബുറെടുത്തിട്ട് ഞങ്ങളെ ജീവനെ ഞങ്ങൾ കളിക്കൊണ്ട് ചെന്നിട്ട് തക്കാഞ്ഞിട്ട് മുഹമ്മദ് ഷരീഫ് സക്കാഫിക്ക് അള്ളാഹു ആഖിറത്തിൽ വലിയ ന്യാമത്ത് കൊടുക്കട്ടു. അയാളെ ഖബറിൽ അള്ളാഹു സ്വർഗത്തോപ്പാക്കി തീർക്കട്ട്. അയാൾ വിട്ടുപോയ വെഞ്ഞായി മക്കൾക്ക് അള്ളാഹു സബറും അവൻ്റെ ഔദാര്യം അള്ളാഹു എത്തുപാട്ടി കൊടുക്കട്ടു. അയാളെ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു സബുറെടുത്തിട്ട് നിലനിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ട് ചെന്നിട്ട് ഞാൻ രജൻ്റെ പുറക്കെ പറയണമെങ്കിൽ അവകാശമാക്കി എല്ലാവർക്കും കൃതജ്ഞത ചെന്നിട്ട് ഷരീഫ് സക്കാഫിക്ക് ഹൈറ് കൊണ്ട് ദുവാർന്നിട്ട് എൻ്റെ പലക്കത്തെ ഞാൻ നിപ്പാട്ടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.